ഇയറിന് നമ്മൾ ക്ലീൻ ആക്കേണ്ട കാര്യമേ ഇല്ല. ബിക്കോസ് ഇയറിന് സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് വാക്സ് ആണെങ്കിൽ തന്നെത്താനെ വാക്സ് പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഒരു എക്സ്പൾഷൻ പ്രോസസ്സ് നമ്മുടെ ബോഡിക്ക് തന്നെയുള്ളൊരു മെക്കാനിസമാണ്. ഇപ്പോൾ പേഷ്യൻറ്റിന് ഇയർ പെയിൻ ഉണ്ട് ആൻഡ് ഹീ സഫറിങ് ഫ്രം ഹിയറിംഗ് ലോസ്, അത് ഇച്ചിങ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ചാർജ് വരുന്നുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മളൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ട് പ്രോപ്പറായിട്ട് ക്ലീനിങ്ങോ അതിനുള്ള മെഡിക്കേഷൻസോ എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ ബിഗിനിങ്സിലുള്ള വാക്സ് ആണെങ്കിൽ വാക്സ് ഡ്രോപ്സ് ഒക്കെ ഇട്ട് നമുക്കത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ തന്നെത്താനെ അത് എക്സ്പെൽ ചെയ്ത് പോകാനുള്ള ചാൻസും ഉണ്ട്. നമ്മൾ കുളിക്കാൻ നേരത്ത് നമ്മുടെ ചെവിട്ടിൻ്റെ ഉള്ളിലേക്കുള്ള വാട്ടർ എൻട്രി പ്രിവെന്റ് ചെയ്താലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ കൂടുതൽ വാക്സിന്റെ ബിൽഡപ്പോ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ കയറാണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ നേരത്ത് കോട്ടൺ വെച്ച് കുളിക്കുന്നതാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ. ഇപ്പോൾ ഹെഡ് ഷാംപൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരുപാട് ഫോമിംഗ് ആയിട്ടുള്ള സോപ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ബെറ്റർ നമ്മൾ ഈ പറഞ്ഞാൽ കോട്ടനോ അല്ലെങ്കിൽ ഇയർ പ്ലഗ്സോ ഫോർ ബാത്തിങ് പർപ്പസ് ഒള്ളി വെച്ചിട്ട് നമുക്ക് അപ്പം നമ്മുടെ ചെവി കുറച്ചും കൂടി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതുപോലെ കനാലിന്റെ ഉള്ളിൽ ഒരു രീതിയിലും വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കാൻ നിൽക്കരുത്. ഇറ്റ് ഈസ് എ ടോട്ടൽ ബ്ലണ്ടർ ആണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, കുളിക്കാൻ നേരത്ത് കുളി കഴിഞ്ഞു അവർക്ക് വൃത്തി തോന്നുന്നത് അവരുടെ കനാലും കൂടി വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കി കഴിയുമ്പോഴാണ്. അതൊരു ബ്ലണ്ടർ ആണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാര്യമില്ല. വൈ? ബിക്കോസ് നമ്മൾ അങ്ങനെ ടാപ്പ് വാട്ടർ ചെവിയുടെ ഉള്ളിലേക്ക് ഒഴിക്കുമ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻസ്, ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ചെവിട്ടിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ അഫക്റ്റ് ആകുന്ന ഒരു സാധനമാണ്. അപ്പോൾ വൺസ് ഓട്ടോമൈക്കോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ഇയർ കനാലിന്റെ ഹെൽത്തി എപ്പിത്തീലിയമാണ് നഷ്ടമാകുന്നത്. അപ്പോൾ ചെവിയിൽ വെള്ളം കയറാതെ നോക്കുക. അതുപോലെ തന്നെ വൺസ് ഇൻ ആൻ ഇയർ നിങ്ങൾ ENT OPD വരിക. യു ജസ്റ്റ് ഗെറ്റ് ആൻ ഇയർ നോസ് ത്രോട്ട് ചെക്കപ്പ്.